കുറച്ച് ദിവസം മുമ്പ് നടി വിൻസി അലോഷ്യസ് ഒരു പരാതിയുമായിട്ട് വന്നു. ദീർഘനാളുകൾ അവർ പരാതിയില്ലാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്കൊരു പരാതിയുണ്ട്. ഒരു നടൻ അവരോട് ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു. 2, ആ നടൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അവർക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാവുന്നു എന്നുള്ളതായിരുന്നു വിഷയം. അവരത് പരാതി കൊടുത്ത് ആ പരാതി പിൻവലിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് സിനിമയുടെ ഉള്ളിൽ വെച്ച് അത് പരാതി കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. അതോടുകൂടിയിട്ട് സിനിമ അസോസിയേഷൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയൊക്കെ അസോസിയേഷനിൽ നിന്ന് പുറത്ത് തള്ളാനായിട്ട് തുടങ്ങി. അതിൽ 2 പ്രധാനപ്പെട്ട നടന്മാർ പ്രമുഖരായതുകൊണ്ടും അവരെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാതാക്കൾക്ക് ഒരുപാട് പൈസ കിട്ടുന്നുള്ളതുകൊണ്ടും അവരെ കേസിനകത്തുനിന്ന് ഊരി അവർക്കെതിരെ തെളിവില്ല എന്നും പുതുതായിട്ട് വന്നിട്ടുള്ള കഴിഞ്ഞ ദിവസമുള്ള 2 സംവിധായകന്മാരെയും അവർ അസോസിയേഷനിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ ആർക്കാണോ സ്വാധീനം, പ്രൊഡ്യൂസർമാർക്ക് ആരോടാണോ കൂടുതൽ താല്പര്യം, അവരെ ഊരിയെടുക്കുകയും അല്ലാത്തവരെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പോൾ മാല പാർവതി ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു. അവർ ഒരു മനഃശാസ്ത്രജ്ഞയാണ്, അതിനോടൊപ്പം തന്നെ ഒരു വക്കീലും കൂടിയാണ്. അവർ പറഞ്ഞത് പ്രകാരമാണ്, കൂടെ കിടക്കുമോ വരുമോ എന്നൊക്കെ പലരും ചോദിക്കും അത്രേ. അതൊക്കെ മാനേജ് ചെയ്യാൻ പഠിക്കുന്നത് ഒരു സ്കില്ലാണ്. അപ്പോൾ എത്ര പേർക്ക് അത് മാനേജ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്? അങ്ങനെയാണെങ്കിൽ പിന്നെ WCC ഒരിക്കലും നിലവിൽ വരില്ലല്ലോ. മലയാളം സിനിമയിൽ ലൈംഗികത ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഇരിക്കുന്ന ഒരു ഘട്ടമാണ്. കാസ്റ്റിംഗ് കോച്ച് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് എത്ര പേർക്ക് അത് പറ്റില്ല എന്ന് പറയാൻ കഴിയും? അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അവർക്കറിയാം ഇവിടെ ഇത് നടക്കുന്നുണ്ടെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് ആ സാഹചര്യം നന്നായിട്ട് നടിമാരെ വെച്ചുകൊണ്ട് മറ്റുള്ളവർ മുതലാക്കുകയാണ് ചെയ്യുന്നത്. സിനിമയിൽ ഒരു വിഭാഗം ആളുകൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് നടിമാർ ലൈംഗിക തൊഴിലാളികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരപ്രകാരം അവരെ ആ രീതിയിൽ കാണുന്നത്. കാരണം ഒരിക്കലും ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ നടിയെ എല്ലാവരും ആ രീതിയിലേ കാണത്തുള്ളൂ. അത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ, അറിയുന്നത് വരെ കുഴപ്പമൊന്നുമില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരും ആ സാഹചര്യം മുതലാക്കാനാണ് നോക്കുന്നത്. അല്ലാണ്ട് അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ ആരും നോക്കുന്നില്ല. അവരെ തെറ്റിനെ വീണ്ടും താലോലിച്ച് അതിനെ മുതലാക്കാനാണ് നോക്കുന്നത്. അങ്ങനൊരു ലോകമാണ് നമ്മുടെ ലോകം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാമെങ്കിൽ നമുക്കൊരു വ്യവസായത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും.